ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. പിരമിഡുകളുടെ മുകളിൽ കല്ലുകൾ എത്തിച്ച ടെക്നോളജി ഗവേഷകർ രണ്ട് തട്ടിൽ. ഈ തർക്കം എന്ന് തീരും? എക്കാലത്തെയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള സമൂഹമാണ് നമ്മുടേതെന്ന അഹങ്കാരം പിരമിഡുകളെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ആവിയായി പോകും. ഇന്നത്തെ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈജിപ്തിലേത് പോലുള്ള പിരമിഡുകൾ നിർമ്മിക്കുക പ്രായോഗികമല്ല. 4000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ പിരമിഡും വലിയ തോതിൽ മനുഷ്യാധ്വാനം ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെങ്കിലും ലളിതവും അത്രമേൽ കാര്യക്ഷമവുമായ എന്തോ സാങ്കേതിക വിദ്യ പിരമിഡ് നിർമ്മാണത്തിൽ പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു. പ്ലോസ് വൺ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. സാക്ര പിരമിഡ് നിർമ്മിക്കാൻ ഹൈഡ്രോളിക് ഫോഴ്സ് ഉപയോഗിക്കുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പഠനം വിശദീകരിക്കുന്നത്. ജോസർ ഫറോയുടെ കാലത്ത് 2680 BC നിർമ്മിച്ച സാക്ര പിരമിഡാണ് ഈജിപ്തിലെ പിരമിഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമേറിയത്. സാക്ര ശവകുടീരത്തിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. 205 അടി ഉയരമുള്ള സാക്ര പിരമിഡാണ് പിന്നീട് ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾക്കെല്ലാം പ്രചോദനമായതും. പൗരാണിക കാലത്തെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ 481 അടി ഉയരമുള്ള ഗിസയിലെ മഹത്തായ പിരമിഡ് അടക്കം സാക്ര പിരമിഡിന്റെ പിൻഗാമികളാണ്. സാക്ര പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായി നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഇവർ പ്രദേശത്തൊരു വലിയ അണക്കെട്ടിനുള്ള സാധ്യത കണ്ടെത്തിയിരുന്നു. പിരമിഡ് ഉള്ളിലൂടെ വെള്ളം നിറച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം വഴി കൂടുതൽ എളുപ്പത്തിൽ ഭാരമേറിയ കല്ലുകൾ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഫ്രഞ്ച് ഗവേഷണ സ്ഥാപനമായ പാലിയോ ടെക്നിക്കിന്റെ തലവൻ സേവ്യർ ലാൻഡ്രോയാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. വെള്ളം ഉപയോഗിച്ച് ഒരു എലിവേറ്ററിലേതുപോലെ അനായാസം കല്ലുകളെ പിരമിഡ് നിർമ്മാണത്തിനായി പിരമിഡിനുള്ളിലൂടെ മുകളിലേക്ക് എത്തിച്ചുവെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ഈ സാധ്യത എല്ലാ ഗവേഷകരും അനുകൂലിക്കുന്നില്ല. ഈജിപ്ഷ്യർ ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ചതിന് തെളിവുണ്ട്. എന്നാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് സിസ്റ്റം അവർ ഉപയോഗിച്ചുവെന്നതിന് തെളിവ് ഇന്നുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കേംബ്രിഡ്ജ് ഈജിപ്തിനെ കുറിച്ചുള്ള ഗവേഷകനായ ജൂഡിത്ത് ബുൻബുറി പ്രതികരിച്ചത്. ഇത്രയേറെ ഉയരത്തിലേക്ക് കല്ലുകൾ എത്തിക്കാൻ മാത്രം ശക്തമായ ഹൈഡ്രോളിക് സംവിധാനം നിർമ്മിക്കാൻ വേണ്ടത്ര ജലം ശേഖരിക്കാനുള്ള സാധ്യതയെ ടൊറന്റോ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകൻ ഓറൻ സീഗിനും ചോദ്യം ചെയ്യുന്നുണ്ട്.